ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലത്ത് പോവുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. എൻ്റെ കൂടെ അനഘയും കൂടെ ഉണ്ട്. അനഘ ഫോക്കസ് ആവുന്നില്ല. നമ്മളെവിടെ പോവാണ്? പോവാണ്. ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മളിപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പല്ല, നമ്മൾ വേറെ ബസ് സ്റ്റോപ്പിൽ വന്നു. ബസ് വരണമെന്ന് തോന്നുന്നു. ഒരു ബസ് വരുന്നുണ്ട്, ബസ്സാണെന്ന് തോന്നുന്നു. ഇവിടെ വെള്ളം കിടക്കുകയാണ്. നാട്ടിലൊക്കെയാണെങ്കിൽ എല്ലാവരും വെള്ളം തെറിപ്പിച്ച് പോകും. ഇവിടെ ഉള്ളവരാണെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ മാത്രം പോകില്ല, മറ്റേ റോഡിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ. ആ ബസ്സല്ല, അവിടെ നിന്നേ അതിൽ പോകായിരുന്നു. കണ്ടോ, ആളാണ്ടോ നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് വെള്ളം തെറിക്കുന്നതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പുറത്തെ സൈഡിൽ വണ്ടി പോവാൻ. എന്നിട്ട് ഒതുങ്ങി പോവാണ്. അല്ലാണ്ട് ഇങ്ങനെ പോകുന്നതാണ് പ്രതീക്ഷ. കണ്ടോ, ഇവിടെ ആകെ ഇവിടെ ഉള്ള നല്ല ഒരു കാര്യം ഇതാണ്. നമ്മൾ ക്രോസ് ചെയ്താലും എത്ര സ്പീഡിൽ വന്നാലും അവർ നിർത്തിത്തരും. പിന്നെ വെള്ളമൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഒതുങ്ങിപ്പോവും. ഇവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് കയറിയിട്ട് ബാക്കി വരും. അപ്പോൾ ബസ്സിൽ കയറി ബസ് കാണിച്ചു അല്ലെങ്കിൽ രണ്ടും കൂടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഇവിടത്തെ ഇങ്ങനത്തെ വേറെ ഒരു ലോഗിലൊക്കെ കണ്ടാണ്. ഡിസബിലിറ്റി ആയിട്ടുള്ളവർക്ക് പ്രത്യേകം സീറ്റൊക്കെ ഉണ്ട്. അത് തിരിച്ചു തരുള്ളൂ. ഹാരി പോട്ടറിൻ്റെ പുതിയ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ പോയി വായിച്ചോളൂ. ഹാരി പോട്ടറിൻ്റെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഹാരി പോട്ടറിൻ്റെ മകൻ്റെ കഥയാണ്. വേറൊരു ബുക്കും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ബുക്ക് സിനിമയാണ്. അതുപോലെ തന്നെ ബുക്ക് എന്നിട്ട് പോയി വായിക്കാം. കുറേ പേരുണ്ട്. സ്റ്റേഷൻ എൻ്റെ നല്ല ഇടയ്ക്കൊക്കെ തന്നെ. നമ്മളിപ്പോൾ ലണ്ടൻ കിങ് ക്രോസിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അടുത്ത ട്രെയിൻ പിടിക്കണം. 3 ട്രെയിൻ കയറി ഇറങ്ങിയാണ് നമ്മളവിടെ എത്തുന്നത്. ട്രെയിൻ ഇറങ്ങി ബസ് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തും നമ്മൾ എത്തേണ്ട സ്ഥലം. ഒരു 2 മണിക്കൂർ, എത്ര മണിക്കൂർ വരെ എത്താൻ? 3.25 മണിക്കൂർ. 2 ട്രെയിനും മാറി കയറി ബസ്സിൽ കയറി പോകും. അവിടെ എത്തിയിട്ട് ബാക്കി. ഇനി വീണ്ടും ബസ് വിളിക്കണം. ബസ് കിട്ടാത്ത നമ്മൾ ഊബർ പിടിച്ച് പോവാണ്. എത്താറായി. ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. പ്ലേസ് ടുലിപ്പ് ഫാമാണ്. അങ്ങോട്ട് കുറേ ആൾക്കാരുണ്ട്. അയ്യോ, ഫുൾ ചെളി. ഫുള്ള് ചെളിയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഓൾറെഡി പകുതിയോളം പൂക്കളെല്ലാം പോയി. ഇവിടെ കാണാം. ഇതാണ് ടുലിപ്പ് ഗാർഡൻ. ഫുൾ പോയി. നമുക്ക് ഭയങ്കര ചെളിയാണ് ഇവിടെ എല്ലാം. കുറേ പേരൊക്കെ വീണായിരുന്നു ഇവിടെ.
£6 റൂമിലെത്തി. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും തുൽഫാമിലോട്ട് പോവാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ 3 ബ്രിഡ്ജസ് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ് പിടിച്ച് പോകുന്നതാണ് എളുപ്പം. ഒരിക്കലും ക്രോളിയിലോട്ട് പോകരുത്. കാരണം നമുക്ക് പറ്റിയൊരു അബദ്ധം അതായിരുന്നു. ക്രോളിയിൽ നിന്ന് ബസ് ഡയറക്റ്റ് ഇട്ടാൽ ഭയങ്കര പാടാണ്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കിട്ടാത്തതുകൊണ്ട് ഊബർ പിടിച്ച് പോയി. 3 ബ്രിഡ്ജസിൽ അഥവാ ബസ് കിട്ടിയില്ലെങ്കിലും ക്രോളിയിൽ നിന്ന് ഊബർ പിടിച്ച് പോകുന്നതിനെക്കാട്ടി റേറ്റ് കുറവ് 3 ബ്രിഡ്ജസിൽ നിന്ന് പോകുന്നതായിരിക്കും. സോ ഇനി ആരെങ്കിലും പോവാൻ, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അടുത്ത വർഷം 3 ബ്രിഡ്ജസിൽ നിന്ന് പോകുന്നതാണ് എളുപ്പം. ലൈക്ക് തുലിഫാം അല്ലാതെ തന്നെ വേറെ കുറേ പ്രോഗ്രാംസ് അവിടെയുണ്ട്. പംകിൻ, സൺഫ്ലവർ ഫെസ്റ്റ്, അങ്ങനെ കുറേ ഫെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടോട്ട് പോകുന്നത് 3 ബ്രിഡ്ജസിൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ക്രോളിൽ പോയി കഴിഞ്ഞാൽ കുറേ നേരം അവിടെ പെട്ടുപോകും. കാരണം അങ്ങോട്ട് പോകുന്ന ഒരു ബസ്സും ഡയറക്റ്റായിട്ട് കിട്ടിയില്ല. തിരിച്ചു വരുമ്പോഴും ബസ് കിട്ടത്തില്ല. സോ വെറുതെ ക്രോളിലോട്ട് പോകുന്ന പൈസ ലൈക്ക് കളയാതെ 3 ബ്രിഡ്ജസിൽ നിന്ന് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.